നമസ്കാരം. ബിജു ചെറിയാൻ മണലേത്ത്, ദ ഇൻഡ്യൂട്ടീവ് വിസ്ഡം മാസ്റ്റർ മൈൻഡ്. ഇന്ന് നമ്മൾ പഠിക്കുവാനായിട്ട് പോകുന്നത് 12 യൂണിവേഴ്സൽ ലോസിൽ ഏഴാമത്തെ ലോ ആയിട്ടുള്ള ലോ ഓഫ് കോസ് ആൻഡ് എഫക്ട്, അതായത് കാരണത്തിന്റെയും ഫലത്തിന്റെയും നിയമമാണ്. അഞ്ചാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഫീഡ്ബാക്ക് ആൻഡ് ഇംപ്രൂവ്മെന്റ്. അതായത് കസ്റ്റമേഴ്സ് നമ്മളിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിച്ച ശേഷം തീർച്ചയായിട്ടും ആ കസ്റ്റമേഴ്സിന് ആ പ്രോഡക്ട്സ് കൊണ്ടും അവരുടെ ജീവിതത്തിൽ അതുണ്ടാക്കിയ മാറ്റങ്ങളെ കുറിച്ച് നമ്മളൊരു ഫീഡ്ബാക്ക് എടുക്കുകയും അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഡേറ്റ വെച്ച് നമ്മൾ അനലൈസ് ചെയ്ത ശേഷം അത് എപ്രകാരം മികച്ചതാക്കാമെന്ന് നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഫീഡ്ബാക്കിൽ നിന്ന് നമ്മൾ ഇംപ്രൂവ്മെന്റിലേക്ക് കൊണ്ടുവരികയും അതുവഴി നമുക്ക് കസ്റ്റമേഴ്സിൽ നിന്ന് നമുക്ക് അവരുടെ ട്രസ്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുകയും കൂടുതൽ കസ്റ്റമേഴ്സിനെ നമുക്ക് ലഭിക്കുകയും ചെയ്യും. ആറാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ സെയിൽസ് പൈപ്പ് ലൈൻ മാനേജ്മെന്റ്. അതായത് നമ്മുടെ വിൽപ്പനയുടെ ആദ്യഘട്ടം മുതൽ അത് അവസാനിക്കുന്ന ഘട്ടം വരെ ഓരോ പ്രവർത്തനങ്ങളെയും കൃത്യമായിട്ട് മാനേജ് ചെയ്യുവാനായിട്ട് നമ്മളുടെ സെയിൽസ് പീപ്പിളിന് കഴിഞ്ഞാൽ അതൊരു കംപ്ലീറ്റ് പ്രൊസീജിയർ. ആ കംപ്ലീറ്റ് പ്രൊസീജിയറിൽ അത് 100% പെർഫെക്റ്റ് ആക്കി ആ പൈപ്പ് ലൈനെ മുന്നോട്ട് മാനേജ് ചെയ്യുവാനായിട്ട് കഴിഞ്ഞാൽ ആ കസ്റ്റമറിൽ ഉണ്ടാകുന്ന സാറ്റിസ്ഫാക്ഷനെ നമുക്ക് മികച്ചതാക്കി മാറ്റുവാനായിട്ട് സാധിക്കും. അപ്പം സെയിൽസ് പൈപ്പ് ലൈൻ മാനേജ്മെന്റ് വളരെ വിലപ്പെട്ടതാണ്. എവിടെങ്കിലും അതിനകത്ത് ഒപ്റ്റിമൈസ് ചെയ്യണമെങ്കിൽ ആ കാര്യങ്ങളും പ്രത്യേകം ശ്രദ്ധിച്ചാൽ ആ മികച്ച ഒരു അനുഭവമാക്കി മാറ്റുവാനും ആ പറയുന്ന കസ്റ്റമേഴ്സ് നമുക്ക് കൂടുതൽ പർച്ചേസിലും കൂടുതൽ സെയിൽസും കൂടുതൽ റെഫറലുകളും നൽകുവാനായിട്ട് ശ്രമിക്കും. അപ്പം സെയിൽസ് പൈപ്പ് ലൈൻ മാനേജ്മെന്റ് നമ്മുടേത് മികച്ചതാക്കുവാനുള്ള ശ്രമം നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവേണ്ടതാണ്. തീർച്ചയായിട്ടും കോസ് ആൻഡ് എഫക്ട് നമ്മുടെ സെയിൽസിലും ബിസിനസ്സിലും നമ്മളെ മികച്ചതാക്കി മാറ്റുവാനായിട്ട് സഹായിക്കട്ടെ. മറ്റൊരു എപ്പിസോഡിൽ കാണും വരേക്കും നന്ദി, നമസ്കാരം.